ഹായ് നമസ്കാരം, ഞാൻ ഡിലിൻ പാറായി. LDF കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നു. LDF ഭരണം ജനങ്ങൾക്ക് മടുത്തു. ശരിയായ ഒരു കാര്യമാണ്. ആർക്കാണ് മടുത്തത്? സാധാരണ ജനങ്ങൾക്ക് എന്തായാലും മടുത്തിട്ടില്ല. പിന്നെ ആർക്കാണ് മടുത്തത്? 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് LDF ഭരണം സ്വാഭാവികമായിട്ടും മടുക്കുമല്ലേ? അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്ക്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തവർക്ക്, ഇനി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും LDFൻ്റെ ഭരണം മടുക്കും. എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഭരണം മടുക്കില്ല. കാരണം എന്താ? LDFൻ്റെ ഭരണം മടുത്താൽ പിന്നെ ആരാണ് അധികാരത്തിലേക്ക് വരേണ്ടത്? 10 വർഷം മുമ്പ് ഈ നാട് ഭരിച്ചിരുന്ന UDF ആണ് പിന്നെ അധികാരത്തിലേക്ക് വരേണ്ടതല്ലേ? UDF വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ നാടിന് ഉണ്ടാവുക? അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുൻപ് UDF ഈ കേരളം ഭരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായില്ലേ? ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായില്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇനിയും മടങ്ങിപ്പോവേണ്ടതുണ്ടോ? നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളാണ് LDF സർക്കാർ കൊണ്ടുവന്നത്. അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങൾ ഈ വർഷം തന്നെ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ സ്കൂളുകൾ, നമ്മളൊക്കെ പഠിച്ചിരുന്ന സ്കൂളുകൾ ഇന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല. ഹൈടെക് സ്കൂളുകളാക്കി ആ സ്കൂളുകളൊക്കെ LDF സർക്കാർ മാറ്റിയിരിക്കുന്നു. ഇന്ന് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടാൻ ശുപാർശ തന്നെ വേണ്ടിവരും എന്ന നിലയിലേക്ക് സർക്കാർ സ്കൂളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു 10 വർഷങ്ങൾക്ക് മുൻപ്? മരുന്നുകൾ ആവശ്യത്തിന് ലഭ്യമല്ല. സർക്കാർ ആശുപത്രികളിൽ ആരും തന്നെ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സ്ഥിതിക്ക് എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാർ ആശുപത്രികൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ഒരു നിലവാരത്തിലേക്ക്, സൗകര്യങ്ങളിലേക്ക് വരുന്ന കാഴ്ച നിങ്ങൾക്കെവിടെയും കാണുവാൻ സാധിക്കും. മരുന്നുകൾ ആവശ്യത്തിന് ലഭ്യമാണ്. ഇന്ന് സാധാരണ ജനങ്ങൾക്ക് പുറമെ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളുകൾ പോലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ UDF വന്നാൽ വീണ്ടും പഴയ പടിയിലേക്ക് മടങ്ങിപ്പോകും. ഇതാണോ കേരളത്തിന് വേണ്ടത്? നോക്കൂ, പവർ കട്ട് എന്നത് ഇന്ന് 8 വയസ്സും 7 വയസ്സുമുള്ള മക്കളെ സംബന്ധിച്ച് അറിയാനേ പറ്റില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുൻപാണ് പവർ കട്ട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. അത്രയേറെ മാറ്റങ്ങൾ ഈ നാടിനകത്ത് LDFൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നോക്കൂ, സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപ ആയിരുന്നു. അതുതന്നെ 18 മാസം കുടിശ്ശികയായിരുന്നു UDFൻ്റെ കാലത്ത്. ഇന്ന് 600 രൂപയിൽ നിന്നും അത് 2000 രൂപയിൽ എത്തി നിൽക്കുന്നു. കുടിശ്ശിക ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ജനങ്ങളുടെ അവകാശമാണ് പെൻഷൻ എന്ന കൃത്യമായ ധാരണയുള്ളൊരു ഗവൺമെൻറ് കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നോക്കൂ, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള BPL കാർഡ് ഉടമകളായ സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷനുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഇത്തരം കാര്യങ്ങൾ UDF വന്നാൽ നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് എത്ര വീടുകളാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ നാടിന് ലഭ്യമായത്. അത്തരത്തിലുള്ള കാര്യങ്ങളും LDF ഭരണം നിങ്ങൾക്ക് മടുത്താൽ ഈ കേരളത്തിന് നഷ്ടപ്പെടും. കാരണം പകരം വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF ആണ്. UDF വന്നതുകൊണ്ട് ആർക്കാണ് ഗുണം? UDFക്കാർക്ക് ഗുണമുണ്ടാകും, പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് LDFൻ്റെ ഭരണം മടുത്തോ? LDFൻ്റെ ഭരണത്തിൽ രാഷ്ട്രീയം നോക്കി എല്ലാ പെൻഷൻ കൊടുക്കുന്നത് അല്ലേ? പെൻഷൻ കിട്ടിയ മുഴുവൻ ആളുകളും LDFകാരാണോ? കോൺഗ്രസ്സുകാർക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? BJP വിശ്വസിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? അപ്പോൾ LDFൻ്റെ ഭരണം കൊണ്ട് സമസ്ത മേഖലയിലും ഗുണം ലഭിക്കുന്നു എന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പാവപ്പെട്ട ജനവിഭാഗത്തിന് ആവശ്യമുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നു എന്നതാണ്. അപ്പോൾ എല്ലാവരും നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ച് നോക്കുക. LDFൻ്റെ ഭരണം ഇനിയും കേരളത്തിൽ തുടരേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഈ നാടിന് യാതൊരു ഗുണവുമില്ലാത്ത UDFൻ്റെ ഭരണമാണോ കേരളത്തിന് ആവശ്യമുള്ളത്? ഓരോ ആളുകളും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ നോക്കൂ, ഈ നാടിനകത്ത് എത്രയെത്ര പുതിയ പാലങ്ങളാണ്, പുതിയ റോഡുകളാണ് വന്നിട്ടുള്ളത്. ഇത്രയേറെ വികസനങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് എവിടെയും കാണുവാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം തകർക്കപ്പെടും എപ്പോൾ UDF കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ. UDF കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ നോക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ കടമയാണ്. കാരണം നമ്മൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, നാളെ നമ്മൾ നേടാൻ പോകുന്ന നേട്ടങ്ങൾ, അതൊക്കെ തകർക്കപ്പെടും UDF ഇവിടെ അധികാരത്തിൽ വന്നാൽ. അപ്പോൾ LDFൻ്റെ ഭരണം ഇവിടെ തുടരണം. മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അസത്യങ്ങളൊന്നും തന്നെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതില്ല. LDF ഗവൺമെൻറ് ചെയ്ത ഓരോ കാര്യങ്ങളും പഠിക്കാൻ തന്നെ കുറേയധികം മണിക്കൂറുകൾ വേണ്ടിവരും. അത്രയധികം കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി LDFൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. മികച്ച ഒരു പുരോഗതിയിലേക്ക് ഈ നാടിനെ നമ്മൾക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ എല്ലാവരും തയ്യാറായി നിൽക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.